നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവരും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത് നമ്മൾ എടുത്ത് നിങ്ങളിലേക്ക് നൽകുന്നു. അത് നിങ്ങൾ നൽകുന്ന പോസിറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ റീഡിങ്സിന് പേഴ്സണലി വരുന്ന വ്യക്തികൾ ഒരു സമാധാനപരമായി തന്നെ സമീപിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്കൊരു എനർജി കട്ടാകുന്ന പരിധി വരെ നമുക്ക് പേഴ്സണലായിട്ട് റീഡിങ്സ് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അത് പിറ്റേ ദിവസത്തേക്കൊക്കെ മാറ്റി വയ്ക്കുമ്പം ക്ഷമയോട് കൂടി നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഓരോരുത്തരെ പോലെ നമ്മൾ 3 മാസം, ഒരാഴ്ച, 2 ആഴ്ച ഒന്നും ഒരു ബുക്കിങ്ങും ചെയ്ത് ആരെയും നിർത്താറില്ല. അന്നന്ന് അതല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസവും കൂടി കൂടുതൽ കണക്റ്റ് ചെയ്ത് കടന്നു പോയാൽ മാത്രമേ ഒരു താമസം വരുന്നുള്ളൂ. അപ്പോൾ ക്ഷമയോട് കൂടി നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് അന്നന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണേലും നമുക്ക് റീഡിങ്സിൻ്റെ ഇതനുസരിച്ച് കൊടുക്കുന്നുണ്ട്. എപ്പോൾ എനർജി കട്ടാവുന്നോ, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ആ സമയത്ത് ഞാനത് ക്ലോസ് ചെയ്യും. അപ്പം മാത്രമാണ് ഈ പെയിൻറ്റിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ക്ഷമയോട് കൂടി നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി നമ്മളിത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അറിയേണ്ട കറക്റ്റ് ഇൻഫർമേഷൻസ്, ആ ഒരു ഗൈഡൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ സമീപനം, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസാണ് നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്തു തരാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ തന്നെ, അതായത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളൊരു വലിയൊരു ഇമോഷണൽ അബണ്ടൻസ് ഉള്ള, അതായത് വളരെയധികം പ്രഷ്യസ് ആയിട്ട് സ്നേഹിക്കാൻ, മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് എന്നുള്ളത് അവർ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ എനർജിയെക്കുറിച്ച്. കാരണം എത്രത്തോളം നിങ്ങളോട് പെയിനായിട്ട് പെരുമാറിയാലും, എത്രത്തോളം നിങ്ങളെ അവഗണിച്ചാലും മാറ്റി നിർത്തിയാലും നിങ്ങൾ ഒരു പരാതിയില്ലാതെ പെരുമാറുന്ന ഒരു എനർജി ആയിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ, ഇതിനകത്ത് കുറേ വ്യക്തികൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ്, എബ്രോഡ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. നിങ്ങളിൽ ഒരു വ്യക്തി ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം. കാരണം നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ഒരു കാത്തിരിപ്പിൻ്റെ എനർജി കാണുന്നുണ്ട്. ഒരു കർമ്മ എൻഡിങ്ങിലൂടെ കടന്നു പോകുന്നൊരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ, അതായത് ഒരു ഫെമിനിയൻ എനർജീനെയാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തന്നെ അവരിപ്പോൾ കാണുന്നത്. അതായത് ഒരു ആക്ഷൻ, ഒരു പവർ എനർജി, ഫയറാണ് നിങ്ങൾ. എന്തു കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാനും എന്തും മടിയില്ലാതെയും ഭയമില്ലാതെയും ചെയ്യാൻ സാധിക്കുന്നതും തൊടുന്നതെല്ലാം സക്സസ്സിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫയർ എനർജിയാണ് നിങ്ങളെന്നുള്ളത് അവർ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല മുന്നിട്ട് ഇറങ്ങി എന്ത് കാര്യവും നിങ്ങൾ ചെയ്യും.
നിങ്ങൾ ഒരിക്കലും അതിൻ്റെ വരും വരായികളെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ചിന്തിക്കില്ലാത്ത ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ്. അതായത് ഒരു വളരെ സ്ട്രെങ്തും വിൽ പവറും കൺട്രോളിങ് പവറും ഒക്കെ ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് നമുക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചില വ്യക്തികൾ വിവാഹം കഴിക്കണം, പാസ്റ്റിൽ നിങ്ങളുമായിട്ട് ഒത്തൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് നൽകി പോകണമെന്ന് ആഗ്രഹിച്ച ചില വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മാര്യേജ് എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തിക്കണം. അപ്പോൾ ഇതിനകത്തൊരു ചൈൽഡ്ഹുഡ് എനർജി പ്രസൻസ് വരുന്നുണ്ട്. നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രസൻസ് എനർജി ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അതൊരു കർമ്മ ബേസിൽ പോയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നടക്കാതെ പോയ ഒരു എനർജിയുടെ പ്രസൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നോക്കുമ്പം ഒരു ഫയർ എനർജി, ഒരു പോസിറ്റിവിറ്റിയുടെ, ഒരു ആക്ഷൻ എനർജിയുടെ സിറ്റുവേഷൻസ്. എന്ത് കാര്യത്തിനും നിങ്ങൾ മുന്നിട്ട് ആദ്യം ആക്ഷൻ എടുക്കുന്ന നിങ്ങളാണ് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ബർഡൻ, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടും അവർ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച്. ശരിക്കും ഒരുപാട് നിരാശയും ദുഃഖങ്ങളുമൊക്കെ നിങ്ങൾ മനസ്സിൽ ഏറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിട്ടും, അതുപോലെ നിങ്ങൾ ഒരുപാട് ഒന്നിലധികം എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റും, ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസിനും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളുമായിട്ടെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് നിങ്ങൾക്ക് പറ്റില്ലാത്ത കാര്യവും കൂടി ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ആയിരുന്നു എന്നെല്ലാം അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കർമ്മ എനർജി, നിങ്ങൾക്കിടയിൽ ഒരു കർമ്മ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബ്ലോക്കേജുകളും കൺഫ്യൂഷനും, അതുപോലെ തന്നെ ഒരു വിശ്വാസം, നിങ്ങൾക്കിടയിൽ ഒരു വിശ്വാസക്കേട് വന്ന ഒരു സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ അങ്ങനെ കുറേ പ്രശ്നങ്ങളെ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്നതിന് പകരം, നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റിലേഷനിൽ നെഗറ്റീവ് കാര്യങ്ങളെ ചികഞ്ഞെടുത്തു എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം പുറമേ ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളായിട്ടുള്ള ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് കൂടി നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് എൻഡിങ് എനർജിക്ക്, അതായത് ഒരു ബ്ലോക്കേജ് വരുത്താൻ കാരണമായിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതും അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയും പോസിറ്റീവായിട്ടൊരു ആക്ഷൻ എടുക്കേണ്ട ആളുകളെല്ലാം ഈ ഒരു റിലേഷനിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസുമൊക്കെ ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ആ ഒരു ബന്ധത്തെ വളരെ സോഫ്റ്റും സ്മൂത്തുമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നിങ്ങൾ ആ ഒരു കർമ്മ ഏറ്റെടുക്കുകയായിരുന്നു. അതായത് നിങ്ങളായിരുന്നു ഈ ഒരു ബന്ധത്തിൽ പെയിൻ അനുഭവിച്ചത്. ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ആ ഒരു പെയിൻ എനർജിയിലൂടെയും ഏറ്റവും മോശമായ സിറ്റുവേഷൻസിലൂടെ എല്ലാം കടന്നുപോയത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ട് പോലും അതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു വേദന, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിളിങ്, ഈ ഒരു ബന്ധത്തെ ചേർത്ത് പിടിക്കാനുള്ള സ്ട്രഗിളിങ് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതെന്നും, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, നിരാശയോടുകൂടി പിന്തിരിഞ്ഞു പോകേണ്ടി വന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ, ഈ ഒരു റിലേഷനിലേക്ക് ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. നിങ്ങളെപ്പോഴും ആ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയും നിസ്സഹായതയോടുകൂടി, വളരെയധികം നിസ്സഹായതയോടുകൂടി നിങ്ങൾ പിന്തിരിഞ്ഞു പോയ സിറ്റുവേഷൻസുകളെല്ലാം ഈ ഒരു റിലേഷനിൽ ഉണ്ടായതും മറ്റുള്ളവർ ഇതിനകത്ത് ഇടപെട്ട് അത് വഷളാക്കിയതുമായ കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ഇപ്പോൾ ആവർത്തിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ്
എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും ഡിപ്രഷൻ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം ആൻസൈറ്റി, ഡിപ്രഷൻ, ശരിക്കും ഭയപ്പെടുന്നുണ്ട്. ഇനി എന്താണ്, അതായത് നിങ്ങൾ അനുഭവിച്ച പെയിനിനുള്ള വിധി എന്തായിരിക്കുമെന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നേരിടേണ്ടി വരാൻ പോകുന്ന കർമ്മയെ ആ ഒരു പേഴ്സൺ പേടിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, പേടി സ്വപ്നങ്ങൾ കണ്ടുണരുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കറൻറ്റിൽ. കാരണം നിങ്ങൾ എഫോർട്ട് എടുത്തു, നിങ്ങൾ ഓരോ രീതിയിലും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് സഹനത്തോടു കൂടി നിന്നു. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസാന ഘട്ടം, അതായത് ഒരു സൂയിസൈഡ് എനർജിയിലേക്ക് വരെ ചെന്ന് നിന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ, നിങ്ങളെ ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ ഏതോ ഒരു ഏതൊക്കെയോ സമയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സോള് തന്നെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തീർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ ഒരു പ്രതിസന്ധികളെ, നിങ്ങൾ നേരിട്ടിരുന്ന ആ ഒരു പ്രോബ്ലംസിനെ എല്ലാം അതിജീവിച്ചത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുകയും കൂടി ചെയ്യേണ്ടി വന്നു. ഏറ്റവും വലിയൊരു വേദനാജനകമാകുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത്, നിങ്ങൾ എഫോർട്ട് ഈ ബന്ധത്തിൽ എടുക്കുമ്പോഴും പുറമേ ഉള്ള പല കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്നു. പല സ്ഥലത്തും നിങ്ങൾക്ക്, അതായത് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടി വന്ന വ്യക്തിയാണ്. ചിലപ്പോൾ കുടുംബഭാരമാവാം, സാമ്പത്തിക ഭാരമാവാം, ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളാവാം, കരിയർ പാതയിലുള്ള പ്രോബ്ലംസുകളാവാം. ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ വെല്ലുവിളികളെ നിങ്ങൾ ഏറ്റെടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കൂടി സ്ട്രഗിളിങ് ചെയ്യേണ്ടി വന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുമ്പോഴും ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു പെയിനോട് അനുഭവിക്കേണ്ടി വരിക എന്നത് നമുക്കൊരിക്കൽ പോലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമുള്ളൊരു ബർഡൻ എനർജിയിലൂടെ കടന്നുപോയ ഒരു സിറ്റുവേഷൻസാണ്. പക്ഷെ അതെല്ലാം ഇന്ന് നിങ്ങളുടെ വ്യക്തി ഭയത്തോടുകൂടി, പേടിയോടുകൂടിയാണ് കാണുന്നത്. ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും, ആ ഒരു വ്യക്തിക്ക് കൊടുത്തതിൻ്റെ ഒരംശമെങ്കിലും ജീവിതത്തിൽ നേരിടേണ്ടി വരും കർമ്മ എനർജിയിലെന്നുള്ള ആ ഒരു ചിന്ത ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധം പേടിസ്വപ്നം കണ്ട് ഉണരുകയും ഉറക്കം നഷ്ടപ്പെട്ട എനർജിയിലൂടെ സ്വയം ശപിച്ച് അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞ് സ്വയം പശ്ചാത്തപിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു, പക്ഷെ അവരൊരിക്കലും നിങ്ങൾക്ക് തിരിച്ച് തന്നിരുന്നില്ല. എപ്പോഴും ബന്ധത്തിലൊരു സ്റ്റക്നെസ്, സ്തംഭനാവസ്ഥ. പക്ഷേ ഇവർ ഫോക്കസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്കിടയിൽ നിന്നിട്ട് ഈ ഒരു വ്യക്തി ഒരു രീതിയിലും ഈ ഒരു റിലേഷനിൽ ഒരു പ്രസൻസും ഈ ഒരു വ്യക്തിയുടെ ഒരു സപ്പോർട്ടും ഉണ്ടാവാതെ പോയ എനർജിയാണ് കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയിൽ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ആയിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഈ ഒരു പേഴ്സൺ കണക്ട് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയുടെ ഒരു എനർജി, ഒരു ബ്ലോക്കേജ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. എന്താണേലും ഇതൊരു ചൈൽഡ്ഹുഡ് എനർജിയിൽ ആ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ട പ്രസൻസ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ബന്ധം. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തപ്പോഴും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നപ്പോൾ അതിനെ വലിയ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ ആ ഒരു ബന്ധത്തെ ബാലൻസ് ചെയ്യാൻ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും തരണം ചെയ്ത് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള ഒരു തോന്നൽ ഇടയിലുണ്ടായതും നിങ്ങൾ ആ ഒരു ബന്ധത്തെ അത്രത്തോളം ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചതുമെന്നാണ് നമുക്ക് എനർജിയിൽ കിട്ടുന്നത്. കൂടാതെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബന്ധത്തിൽ. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ 2 സിറ്റുവേഷൻസിലൂടെ കണക്ട് ചെയ്ത്, അതായത് 2 സിറ്റുവേഷൻസിനെയും ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവർക്കറിയാമായിരുന്നു ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമാണെന്ന്. ഇതിലേതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഒരു ക്ലിയറൻസ് അവർക്കില്ലാതെയായി പോയി എന്നുള്ളതാണ്
ഏറ്റവും പ്രാധാന്യമായിട്ട് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു ഇമോഷണൽ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അതിൻ്റെ ഫലമായിട്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിയിലേക്കും പ്രപ്പോസൽ എനർജി വന്നാലും അത് സ്വീകരിക്കുക, അതല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനത്തോടു കൂടി കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ എനർജി ഉള്ള പേഴ്സൺ ആയിരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പുതിയ പുതിയ തുടക്കങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലൂടെ വന്നു പോയപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗർവ്, അതല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഭാവം ആ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആയതും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അവർ ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ചതി, ഏറ്റവും വലിയൊരു ചീറ്റിംഗ് ചെയ്തു എന്നുള്ളത് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ കുറ്റബോധം അവരിപ്പം നേരിടുന്നുണ്ട്, ഭയത്തോടു കൂടി നേരിടുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ദ സ്റ്റാർ എനർജിയാണ്. നിങ്ങൾ പ്രഷ്യസ് ആണ്, നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോലും ഈ ഒരു റിലേഷനെ വളരെ സ്മൂത്തായിട്ട് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് എനർജി, ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. 100% ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഓപ്പണായിട്ട് കാര്യങ്ങൾ കണക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നോ കോണ്ടാക്റ്റ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ വളരെ ക്ലിയർ ആയിട്ട് അന്വേഷിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഏത് അവസ്ഥയിലേക്കാണ് ഇപ്പം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവർ വളരെ ആഴത്തിൽ അന്വേഷിച്ച് അറിയുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും സ്ട്രോങ് എനർജിയുള്ള, അതായത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടും പ്രതിസന്ധികളെ തരണം ചെയ്ത് വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ അത്രത്തോളം ബ്ലെസ്സിങ്സ് ആയ ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ നീതി നൽകുന്ന ഒരു എനർജി ആണെന്നും ഡിവൈനിൽ നിന്നും, അതായത് ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്നതും ഇവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വീണ്ടും ചെല്ലുന്നുണ്ട്. അവരൊരു അട്രാക്റ്റഡ് ആയ ഒരു പേഴ്സൺ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫിസിക്കൽ എനർജിയൊക്കെ ഉള്ളൊരു വ്യക്തിയാവാം നിങ്ങളുടെ പേഴ്സൺ. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ഇമോഷൻസുകൾ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിലും അവർ റിജക്ഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്കിപ്പം ഒന്നിനോടും താല്പര്യമില്ല എന്ന ഒരവസ്ഥയാണ്. അവർ ശരിക്കും ഒരു എലോൺ എനർജിയിലാണ് സ്വയം ചോദിച്ച് നിൽക്കുന്നത്, അതായത് സോൾ സെർച്ചിങ് എനർജി നിൽക്കുന്നൊരു പേഴ്സണായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് എന്ന് വെച്ചാൽ അവരിപ്പം അവരുടെ തെറ്റുകളെയും ശരികളെയും അവർക്ക് പറ്റിയ പാസ്റ്റിലെ മിസ്റ്റേക്കുകളെയും കുറിച്ചെല്ലാം ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു കാർമിക് സിറ്റുവേഷൻസ് സമയമാണ് അവരുടേത്. നിങ്ങളിൽ ഒരു വ്യക്തിക്ക് എന്താണെങ്കിലും ഉടനെ തന്നെ ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു സ്ട്രോങ് ആയ, ഒരു പോസിറ്റീവായ, നിങ്ങൾക്ക് അനുയോജ്യമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളോടൊത്ത് ഈ ഒരു വ്യക്തി പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി വളരെ ഫാസ്റ്റായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുടെ സ്നേഹം അനുഭവിക്കണം, നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ സ്വപ്നം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സിറ്റുവേഷൻസ് റിയാലിറ്റി ആകുമെന്ന് തന്നെയാണ് ഡിവൈനും നമ്മൾക്കിവിടെ തരുന്ന എനർജി. അതിൻ്റേതാവുന്നൊരു റൈറ്റ് ടൈം വരണം. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിയപ്പെടും. ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളെ ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾക്കിടയിൽ കർമ്മ, അതായത് കാർമിക് സിറ്റുവേഷൻസ് അവസാനിച്ചിട്ടില്ല, സമയമെടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അവർ ഇമോഷണലി നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നിലൊരു ബൗണ്ടറി തീർക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. കാരണം ഈഗോ എനർജി വളരെ കൂടുതലുണ്ട്. കൂടാതെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനും നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും കുറ്റബോധത്തോടു കൂടി തുറന്നു പറയാനുമുള്ള ഒരു മടി, ആ ഒരു ഈഗോ അവരിൽ വളരെ കറക്റ്റായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ അവരെ പൂർണ്ണമായിട്ടും പിടികൂടി നിൽക്കുന്ന സിറ്റുവേഷൻസ് കൂടിയാണ് കാണുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭയമുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്തേക്ക് പെട്ടെന്ന് കടക്കുക എന്നതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർ ആ ഒരു സിറ്റുവേഷൻസിന് വിട്ടുവരും. അവർ നിരാശപ്പെടുകയാണ്. ഇമോഷൻസിനേക്കാൾ കൂടുതൽ അവർ ഭയപ്പെടുകയും നിരാശപ്പെടുകയും ഒരു കാത്തിരിപ്പിലാണ്, ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് എനർജി നൽകുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് നോക്കുമ്പം അവർക്ക് കുറ്റബോധവും ഭയവുമാണ്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് അവർ പേടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അവർ കർമ്മ നേരിടും. അവർക്ക് കർമ്മയുണ്ട് എന്നുള്ളത് അവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുമുണ്ട്. അത് അവരെ തേടി എന്നാണെങ്കിലും എവിടെയാണെങ്കിലും ചെല്ലുമെന്ന്. അത് നിങ്ങളോടൊപ്പമാണെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് നൽകിയ ആ ഒരു പെയിൻ്റെ ഫലം അവരെ തീർച്ചയായിട്ടും തേടി ചെല്ലുമെന്നത് അവർ വളരെയധികം വിശ്വാസത്തോടു കൂടി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ വളരെ വേദനയിലൂടെ, അതായത് പെയിനിലൂടെ ഭയത്തിലൂടെയുമാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തെക്കാൾ അപ്പുറം അവരനുഭവിക്കുന്നത് ഭയമാണ്, ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.